ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ ദേ ബീഫൊക്കെ കിട്ടി. ബീഫൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ചില്ലി അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചൂടാക്കിയിട്ട് ഈ ബീഫിനെ അങ്ങോട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് ചെയ്യണതാണ്. ആദ്യം നമ്മൾ പച്ചയ്ക്ക് ഒക്കെയാണെല്ലാം മിക്സ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതേ പൊടികളൊക്കെ ചൂടായപ്പോൾ ഞാൻ ആ ബീഫൊക്കെ കഴുകിയത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊടികൾ ചൂടാകുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂപ്പറായിട്ട് അതൊക്കെ മിക്സൊക്കെ ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ആ സ്റ്റൗവിൽ തന്നെ ഒന്നിങ്ങനെ വെക്കാം. എന്നുവെച്ചാൽ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇത്തിരി കൂടി അതുമേലൊക്കെ എല്ലാം അങ്ങോട്ട് നന്നായിട്ട് യോജിച്ച് പിടിക്കും. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് പിന്നെ ഒരു നുള്ള് ചൊറുപ്പൊഴിച്ചു. പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അപ്പോൾ അങ്ങനെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂടി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ പണിയൊക്കെ ഇന്ന് വളരെ സ്ലോ ആണ്. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ദേ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി മുറ്റടിക്കണോ വേണ്ടേന്ന് അറിയാനായിട്ട്. അപ്പോൾ നിറച്ച് ചവറുണ്ട്. അപ്പോൾ അതടിക്കണം. അപ്പോൾ അടുക്കളയിലത്തെ എന്തായാലും കുറച്ച് ജോലി ഒതുക്കി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ചെടികൾക്കൊക്കെ ചേട്ടൻ രാവിലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കുറഞ്ഞിട്ട് അപ്പോൾ ഇനി മുറ്റടിക്കണം എനിക്ക്. അപ്പോൾ അതിനിടയ്ക്ക് അടുക്കളയിലത്തെ ഇറച്ചിനെ വെന്തത് എന്തായി നോക്കണമല്ലോ. അപ്പം മുറ്റത്തുനിന്ന് പിന്നെ ഇതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുക്കർ ഒരു 6-7 പ്രാവശ്യം വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് കറി ഉണ്ടാക്കണോ ഫ്രൈ ചെയ്യണോ എന്ന്